എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും ചെയ്യണം കേട്ടോ. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്താണെങ്കിലും കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്താണെങ്കിലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല. അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റിൻ്റെ ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ ഇന്ന് തയ്ച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ വാ നമുക്ക് ഇതുപോലത്തെ ബാഗൊന്ന് പെട്ടെന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബാഗ് തയ്ക്കാനായിട്ട് എടുക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്ലാനിലില്ലേ കുഞ്ഞുങ്ങളെ പൊതിപ്പിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത് ആ ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ സ്ലിം ബാഗ് തയ്ച്ചെടുക്കുന്നത്. നമുക്ക് ഏതൊരു തുണിയിലും ഇതുപോലത്തെ ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ചുരിദാറിനൊക്കെ ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്റ്റിഫ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗിന് കട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറോ അല്ലെങ്കിൽ സ്റ്റിഫോ ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു പാത്രം എടുക്കണം. റൗണ്ട് പാത്രം എടുത്തിട്ട് ഇതുപോലെ 2 വട്ടം വരച്ചിട്ട് നമുക്ക് വട്ടത്തിൽ ഇതുപോലെ 2 പീസ് തുണി കട്ട് ചെയ്ത് ആത്തി എടുക്കണം കേട്ടോ. അപ്പോൾ 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറിൻ്റെ മേളിലേക്ക് ഈ തുണി ഇങ്ങനെ വെച്ച് കൊടുത്തും കൊണ്ട് നമുക്കിതിൻ്റെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഇടയ്ക്കൂടെ നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ചിങ് 3-4 കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇതാ 2 പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ക്യാറ്റിനുള്ള കണ്ണ് റെഡിയാക്കണം. അതിന് വേണ്ടി റൗണ്ടായിട്ട് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കവർ ഞാൻ ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 പീസ്. അതിങ്ങനെ ബ്ലാക്ക് തുണിയാണ് എടുത്തിരിക്കുന്നത്. പ്ലെയിനായിട്ട് ഒരു ബ്ലാക്ക് തുണിയുടെ മേളിലേക്ക് വെച്ച് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ വെള്ള തുണിയുടെ നടുക്ക് ഭാഗത്തുനിന്ന് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്തിട്ട് 4 സൈഡും ഇതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് നല്ല വശമാക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ബ്ലാക്ക് കളറാണ് വേണ്ടത്. എന്നിട്ട് ഇതാ നമുക്ക് ബാഗിൻ്റെ തുണിയുടെ നടുക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാ ഞാൻ റൗണ്ടിൽ ആ കണ്ണൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇനി ഒരു വൈറ്റ് കളറും കൂടെ കൊടുക്കണം കേട്ടോ. അത് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വൈറ്റ് കളറ്. പിന്നെ നമുക്ക് ഇനി ചെറിയൊരു നോസ് കൂടെ നമ്മുടെ ക്യാറ്റിൻ്റെ നമുക്ക് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പം ഞാൻ ബ്ലാക്ക് കളർ നൂല് സൂചിയിൽ ഡബിളായിട്ടിട്ട് എടുത്തിട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഹെമ്മിങ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു നോസിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു നോസ് പോലെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു വൈറ്റ് കളർ കൊടുക്കണ്ടേ. അപ്പോൾ ആ ചോക്ക് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഇനി വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് എടുക്കും കേട്ടോ. പെയിൻറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ അത് നൂല് വെച്ച് തുന്നുകയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു വൈറ്റ് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ക്യാറ്റിൻ്റെയൊക്കെ ഒരു ലുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയാമോ? ക്യാറ്റിൻ്റെ ചെവി നമുക്കിനി അടുത്തത് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ തുണി എടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിഫാണ് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാനിലിൻ്റെ 2 പീസ് സ്ക്വയറായിട്ട് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് താഴെ ഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം സൈഡ് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ റൗണ്ടായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതൊന്ന് നല്ല ഭാഗമാക്കി എടുക്കാം കേട്ടോ. ക്യാറ്റിൻ്റെ ബാഗ് തയ്ക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ. ഇതാ അങ്ങനെ ഒരെണ്ണം ഞാനിതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ വേണം കേട്ടോ. ക്യാറ്റിൻ്റെ ചെവിയിൽ നിന്ന് നമുക്ക് 2 സൈഡിലായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടി ഇതാ ഈ ഒരു തുണി എടുത്ത് ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് നടുക്ക് സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഈ ചെവി നമ്മൾ തയ്ച്ച് വെക്കുന്നത്. ഒരു 3 ഇഞ്ച് അകലത്തിലാണ് കേട്ടോ നടുക്ക് ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതാ ഒന്നിങ്ങനെ ഒന്ന് മടക്കുക. മടക്കിയിട്ട് ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ അത്രയും ഭാഗം ഇതാ ഇതുപോലെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നിവർത്തുക. ഇങ്ങനെ നിവർത്തിയതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗത്തൂടെ ഒന്ന് പതിച്ചു കൊടുത്തേക്കണം. അപ്പോൾ അത് ചെവി ഇങ്ങനെ നേരെ നിൽക്കും കേട്ടോ. ഇപ്പോൾ 2 സൈഡിൽ ഇതാ ചെവിയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ ഒരു ലുക്കൊക്കെ ആയിട്ടുണ്ടോ? ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു പോക്കറ്റ് പിടിപ്പിക്കാം. അതിന് നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് അത് നമുക്കൊരു 2 ഇഞ്ച് താഴ്ചയിലൊന്ന് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നടുക്ക് ഭാഗത്തുനിന്ന് താഴോട്ട് 2 ഇഞ്ച് ഒന്ന് അടയാളം ചെയ്തിട്ട് താഴെ നിന്ന് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു വരയിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കൊരു സിബ് വേണം. സിബ് എടുത്തിട്ട് അതാ ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക.
നേരെ സിബ്ബ് തയ്ച്ചതിന് ശേഷം ആ സിബ്ബ് നല്ല വശമാക്കിയിട്ട് സിബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ. ഇനി സിബിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തുണി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അത് നേരെ ഒന്ന് തയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗത്തൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം കേട്ടോ. സിബ്ബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസ് വേണം. അപ്പോൾ ഞാൻ സ്ക്വയറായിട്ട് ഒരു ലൈനിങ് പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ബാക്കിയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലിം ബാഗിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ റൗണ്ടിൽ പിടിപ്പിക്കേണ്ട തുണി എടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ റൗണ്ട് എത്രയുണ്ടെന്ന് അളന്ന് നോക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം കറക്റ്റ് നടുക്കല്ല, അതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ട് നിർത്തിക്കൊണ്ട് റൗണ്ട് ആദ്യം താഴോട്ടുള്ള ഭാഗം ഒന്ന് അളന്ന് നോക്കണം. മുകളിലിങ്ങനെ ഇത്രയും ഭാഗം ഇങ്ങനെ സിബ്ബ് വരും കേട്ടോ. അവിടെ പിടിപ്പിക്കേണ്ട തുണിയും വേണം, താഴോട്ടുള്ള തുണിയും നമുക്ക് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് അളവെടുക്കണം. അപ്പോൾ സിബ്ബ് പിടിപ്പിക്കുന്നതിൻ്റെ താഴോട്ടുള്ള ഭാഗം ആദ്യം അളവെടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ രണ്ട് സൈഡും അതൊന്ന് ചോക്കും കൊണ്ട് ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ തൊട്ട് നമുക്ക് എത്ര ഇഞ്ചുണ്ടെന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളവെടുക്കാം. 14 ഇഞ്ചുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സിബ്ബ് വരുന്ന ഭാഗം എത്ര ഇഞ്ചുണ്ടെന്ന് നമുക്ക് അവിടം തൊട്ട് മുകളിലോട്ട് അളന്ന് നോക്കാം. അവിടെ ഇങ്ങനെ ഇതുപോലെ ടേപ്പ് റൗണ്ടായിട്ട് വെച്ചിട്ട് അവിടെ 13 ഇഞ്ചാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് സിബ്ബ് പിടിപ്പിക്കുന്ന ഭാഗത്തുള്ള തുണിയും താഴോട്ടുള്ള തുണിയും വേണം. അങ്ങനെ ഞാൻ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ സ്റ്റിഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് വരുന്ന 14 ഇഞ്ച് നീളമുള്ള തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ചാണ്. ഇനി നമുക്ക് സിബ്ബ് പിടിപ്പിക്കേണ്ടത് 13 ഇഞ്ച് നീളത്തിലും പിന്നെ 4 ഇഞ്ച് വീതിയിലുള്ള തുണിയാണിത്. സിബ്ബും അതിൻ്റെ കറക്റ്റ് നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു തുണി നമുക്കൊന്ന് നടുക്ക് ഭാഗം വെച്ച് നേരെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ 2 ലൈനിങ് പീസും വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അതൊന്ന് കട്ട് ചെയ്യുക. അതിൻ്റെ നടുക്ക് ഭാഗത്താണ് സിബ്ബ് വരുന്നത് കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും എടുത്ത തുണിയുടെ താഴ്ഭാഗത്ത് ഞാൻ സ്റ്റിഫും വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ലൈനിങ്ങും വെച്ച് ചേർത്ത് തയ്ച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു തുണിയുടെ മാത്രം ലൈനിങ് തയ്ച്ചിട്ടില്ല. അത് നമ്മൾ സിബ്ബ് ഇങ്ങനെ പിടിപ്പിക്കുന്ന സമയത്താണ് ലൈനിങ് വെച്ച് തയ്ച്ച് കൊടുക്കുന്നത്. നമുക്ക് സിബ്ബൊന്ന് ഈ തുണിയിലൊന്ന് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് തുണി വെച്ചു, അതിൻ്റെ നടുക്കാണ് സിബ്ബ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ലൈനിങ് തുണി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നേരെ തയ്ക്കുക. അതിന് ശേഷം ലൈനിങ് ഇങ്ങനെ ആക്കുക. അതിങ്ങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ നല്ല വശത്തോടെ ഒന്ന് പതിച്ചു കൊടുത്തേക്കണം. ആ സിബ്ബിൻ്റെ അരികത്തോടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പതിച്ച് തയ്ച്ചേക്കണേ. ഇപ്പോൾ ഞാൻ തയ്ക്കുന്ന ഭാഗം കാണിച്ചിട്ടുള്ള അങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു തുണി നമുക്ക് സിബ്ബിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് തയ്ക്കണം. ആദ്യം ലൈനിങ് എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് സിബ്ബ് നമുക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുണി ഇതുപോലെ ഒരു സ്റ്റിഫ് ഒട്ടിച്ച ഭാഗം ഇതുപോലെ നേരെ വയ്ക്കുക. അതിൻ്റെ നേരെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു തുണി തിരിച്ചാക്കിയിട്ട് അതിൻ്റെ നല്ല ഭാഗത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നേരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം സിബ്ബിൻ്റെ അരികത്തൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കുക. പിന്നെ ആ ലൈനിങ് തുണിയും ആ തുണിയും കൂടെ ചേർത്ത് വെച്ച് ആ അടുത്ത അരികത്തൂടെ ഒന്ന് തയ്ച്ചേക്കണം കേട്ടോ. അപ്പോൾ അത്രയും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു വള്ളി തയ്ച്ചിട്ടുണ്ട്. ഇതെൻ്റെ പഴയ ബാഗിൻ്റെ നമ്മുടെ ബാഗിൻ്റെ വള്ളിയൊക്കെ ഹാങ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴയ ബാഗിൻ്റെ വള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞൊരു തുണി ചെറിയ വള്ളിയായിട്ട് തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ സിബ്ബ് പിടിപ്പിച്ച ഭാഗത്തോട്ട് വെച്ചിട്ട് നമ്മൾ അടുത്ത പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ നേരെ തയ്ച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം വള്ളി നമുക്ക് അല്ലാത്ത വള്ളി വേണേലും തയ്ച്ചെടുക്കാം കേട്ടോ. അല്ലാത്ത വള്ളി തയ്ച്ചെടുത്തിട്ട് ഈ ഒരു വള്ളിയിൽ ഹാങ് ചെയ്ത് ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ഒരു പോയ ബാഗിൻ്റെ വള്ളിയുണ്ട്. അതുകൊണ്ട് ആ വള്ളിയുടെ ചെറിയ ഹാങ് ചെയ്യുന്ന സാധനം ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു ബാഗിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഒന്ന് തയ്ച്ച് വെക്കുകയാണ്. എന്നിട്ട് ആ വള്ളി തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പകരം നമുക്ക് വേറെ വള്ളി തയ്ച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് 2 സൈഡിലുമായിട്ട് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ബാഗിൻ്റെ വള്ളിയൊക്കെ ഹാങ് ചെയ്യുന്ന സാധനം. ഇതിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പേര് പറയാത്ത കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് 2 സൈഡിൽ ഞാനിങ്ങനെ ചെറിയ വള്ളിയിലാക്കി 2 സൈഡ് സിബിൻ്റെ ഭാഗത്ത് നടുക്കോട്ട് വെച്ചിട്ട് 2 സൈഡും തയ്ച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗത്തൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 സൈഡും ഞാൻ ആ വള്ളി ഹാങ് ചെയ്യുന്ന സാധനം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സിബ്ബ് കറക്റ്റ് നടുക്ക് ഭാഗമാക്കിക്കൊണ്ട് ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്ക് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക. അതും ഇതുപോലെ ഒന്ന് നടുക്ക് ഭാഗം കറക്റ്റായിട്ട് മടക്കിയിട്ട് അവിടെ നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആ ഒരു സിബ് പിടിപ്പിച്ച ആ ഒരു തുണി എടുക്കുക. അതിൻ്റെ നടുക്ക് ഭാഗം, ആ സിബിൻ്റെ നടുക്ക് ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുമായിട്ട് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കണം. നടുക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു തുണി ഇങ്ങനെ റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്യാറ്റിൻ്റെ ചെവിയിൽ ഉൾഭാഗത്തോട്ട് വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു തുണി പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാഗിൻ്റെ അടുത്ത പീസ് ഉണ്ടല്ലോ റൗണ്ട് ആയിട്ടുള്ളത്, അത് ഇതിൻ്റെ മേൽഭാഗത്ത് വെച്ച് അത് ഇങ്ങനെ റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ താഴ്ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ റൗണ്ടിൽ കറക്റ്റായിട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞതിന് ശേഷം അതും അതേപോലെ തന്നെ റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാഗിൻ്റെ സിബ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ബാഗ് നല്ല വശമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബാഗ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വള്ളിയും കൂടെ 2 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ മേടിച്ച വള്ളിയല്ല കേട്ടോ, ഇതെൻ്റെ ഒരു പഴയൊരു സ്ലിം ബാഗിൻ്റെ വള്ളിയാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ബാഗിനങ്ങ് ഉപയോഗിച്ചു കേട്ടോ. പിന്നെ നമുക്ക് കടയിൽ നിന്ന് ഇതുപോലെ ബാഗിനൊക്കെ ഉപയോഗിക്കുന്ന വള്ളികളൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്യാറ്റിൻ്റെ സ്ലിം ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതാ ഉൾഭാഗത്ത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇതാ ബാക്കിൽ നമുക്കിങ്ങനെ ഒരു പോക്കറ്റുണ്ട്, അവിടെ നമുക്ക് നമ്മുടെ പൈസയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ തയ്ച്ചു കൊടുക്കുകയാണ്, അവർക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. പിന്നെ ഈ ഒരു തുണി എൻ്റെ മോള് ചെറുതായിരുന്നപ്പോൾ സമയത്ത് ഉപയോഗിച്ച പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചാണ്. അപ്പോൾ അതിൽ തന്നെ ബാഗ് തയ്ച്ച് എൻ്റെ മോൾക്ക് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ക്യാറ്റിൻ്റെ ബാഗാന്ന് കണ്ടപ്പോൾ തൊട്ട് ആളടുത്ത് വന്നിരിക്കുകയാണ്. കുറേ നേരം ഇത് എടുത്തുകൊണ്ട് ഇങ്ങനെ, പിന്നെ കുറേ നേരം അതിനകത്ത് അവരുടെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെ ഈ ബാഗും തൂക്കിക്കൊണ്ട് നടക്കും കേട്ടോ. അത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഏതൊരു തുണിയിൽ വേണമെങ്കിലും ഇതുപോലത്തെ ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. ഞാനും ആദ്യമായിട്ട് തയ്ച്ചാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.